വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ BSSC ഫാർമസിസ്റ്റിന്റെ ഫസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ നമുക്ക് 41 to 80 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. 41th ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ഫോർ കോസ്മെറ്റിക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ. അപ്പോൾ ഷെഡ്യൂളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. കോസ്മെറ്റിക്സിന്റെ സ്റ്റാൻഡേർഡ് പറയുന്ന ഷെഡ്യൂൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ പി, ഷെഡ്യൂൾ എസ്, ഷെഡ്യൂൾ ടി, ഷെഡ്യൂൾ എഫ്. അത് കോസ്മെറ്റിക്സിന്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ എസ് ആണ്. ഓപ്ഷൻ ബി വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. ദെൻ ഷെഡ്യൂൾ പി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഷെൽഫ് ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ്, ഇതിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് പറയുന്നതാണ് ഷെഡ്യൂൾ പി എന്ന് പറയുമ്പോൾ. ഷെഡ്യൂൾ ടി ആണെങ്കിൽ ASU ഡ്രഗ്സ്, അതായത് ആയുർവേദ, സിദ്ധ, യുനാനി ഡ്രഗ്സിന്റെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ ടി. ആൻഡ് ഷെഡ്യൂൾ എഫ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന്റെ മാനുഫാക്ചറിങ് സ്പെസിഫിക് റിക്വയർമെന്റ്സിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ എഫ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഷെഡ്യൂൾ എസ് ആണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ കോസ്മെറ്റിക്സ്. Next question, poorly manufactured tablets may have small pinholes on the surface. This is called. അപ്പോൾ ടാബ്ലറ്റ്സിന്റെ ഡിഫക്റ്റുകളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാനുഫാക്ചറിങ് ടാബ്ലറ്റ്സുകളിൽ സ്മോൾ പിൻഹോൾസ് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അസിമെട്രിക് സർഫസ് വരുന്നത് എന്ത് കാരണമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്തെന്നാണ്? മോഡലിംഗ്, പിക്കിങ്, ലീച്ചിങ്, ക്രാക്കിങ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പിക്കിംഗ് ആണ്. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് സമയത്ത്, ടാബ്ലറ്റിന്റെ മാനുഫാക്ചറിങ് സമയത്ത് എന്തെങ്കിലും ഒരു ടൈനി പിൻഹോൾ ഷേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സർഫസ് ഇംപെർഫെക്ഷനോ വരുന്നതിനെയാണ് നമ്മൾ പിൻഹോൾ അല്ലെങ്കിൽ പിക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടാബ്ലറ്റിന്റെ ഒരു സ്മോൾ എമൗണ്ട് അതിൽ നിന്ന് പോകുന്ന ഒരു കണ്ടീഷനാണ് വരുന്നത്. അവിടെ എന്തൊക്കെ കാരണം കൊണ്ട് ഇതുണ്ടാവാം? ടാബ്ലറ്റ് പ്രസ് എക്യുപ്മെന്റിന്റെ എന്തെങ്കിലും ഇംപ്രോപ്പർ ഫങ്ഷനിങ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇംപ്രോപ്പർ ഫോർമുലേഷൻ കൊണ്ടോ, ഇനഡിക്കേറ്റ് ടാബ്ലറ്റ് കോട്ടിങ്ങോ ഒക്കെ കൊണ്ടാണ് പിക്കിംഗ് ഉണ്ടാവുന്നത്. ഇനി എന്താണ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ? ഇത് കളേർഡ് ടാബ്ലറ്റ്സിൽ കാണിക്കുന്ന ഡിഫക്റ്റ് ആണ് അല്ലെ. കളേർഡ് ടാബ്ലറ്റ്സിൽ അൺഈവൻ കളർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നതിനെയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെന്റ് ഡിസോൾവ് ആക്കിയിട്ട് ആ ഒരു സോളിഡ് ടാബ്ലറ്റിൽ നിന്ന് എന്തെങ്കിലും സബ്സ്റ്റൻസ് ലീച്ച് ഔട്ട് ആയി പോവുക, അതായത് പുറത്തേക്ക് പോവുക, അതിനെയാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാബ്ലറ്റ്സ് ലെയേഴ്സ് ആയിട്ട് പൊട്ടി പോകുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്മോൾ പിൻ ഹോൾ ഓൺ ദ സർഫസ് വിച്ച് ഈസ് കോൾഡ് പിക്കിംഗ്. ഓപ്ഷൻ ബി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. The next question, the term bioavailability refers to. എന്താണ് bioavailability എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം bioavailability എന്ന് പറഞ്ഞാൽ the amount of drug which reaches the systemic circulation in unchanged form, അല്ലെ? ബ്ലഡിലേക്ക് അൺചേഞ്ച്ഡ് ഫോമിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത ഡ്രഗ് എത്തുന്നതിനെയാണ് നമ്മൾ ബയോഅവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഡ്രഗ് ആൻഡ് സിസ്റ്റമിക് അബ്സോർപ്ഷൻ. അതാണോ? അല്ല. Then movement of the drug into body tissues over time. നമ്മുടെ ഡ്രഗ് ബോഡി ടിഷ്യൂസിലേക്ക് മൂവ് ചെയ്യുന്നതിന് എന്താ പറയാ? വിച്ച് ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. അതായത് ബ്ലഡിൽ എത്തിയിട്ട് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് പോകുന്നതിനെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ദ ഡിസൊല്യൂഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ GI ട്രാക്ട്. ഇത് നമ്മുടെ അബ്സോർപ്ഷന് തൊട്ട് മുമ്പ് ഡ്രഗ് ആ ഒരു ബോഡി ഫ്ലൂയിഡിൽ ഡിസോൾവ് ആകുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുമല്ല ബയോ അവൈലബിലിറ്റി. ദ മെഷർമെന്റ് ഓഫ് ദ റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് തെറാപ്യൂട്ടിക്കലി ആക്റ്റീവ് ഡ്രഗ് ദാറ്റ് റീച്ചസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ. അതാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ. മെഷർമെന്റ് ഓഫ് ദ റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് തെറാപ്യൂട്ടിക്കലി ആക്റ്റീവ് ഡ്രഗ് ദാറ്റ് റീച്ചസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഈസ് കോൾഡ് ബയോ അവൈലബിലിറ്റി. Next question, selective inhibition of serotonin uptake is by. അതായത് സെറട്ടോണിൻ നമ്മുടെ ബോഡിയിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ സെറട്ടോണിൻ. ഈ സെറട്ടോണിന്റെ ഇൻഹിബിഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെറട്ടോണിൻ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെസിപ്രമിൻ, ഫ്ലൂഓക്സെറ്റിൻ, മാപ്രോട്ടോളിൻ ആൻഡ് ലൊബേലിൻസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏത് വരും? ഫ്ലൂഓക്സെറ്റിൻ ആണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് നമ്മൾ SSRIs എന്ന് പറയും അല്ലെ. SSRIs
അതായത് സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് ഈ പറഞ്ഞ ഫ്ലൂഓക്സെറ്റിനും അതുപോലെ തന്നെ ഫ്ലൂഓക്സമീനും പോലുള്ള ഡ്രഗ്സുകൾ. ആന്റി ഡിപ്രസൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് നോക്കാം. സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് ഫ്ലൂഓക്സെറ്റിൻ, ഫ്ലൂഓക്സമീൻ, പാരോക്സെറ്റിൻ, സെട്രാലിൻ, സിറ്റാലോപ്രാം, എസിറ്റാലോപ്രാം ആൻഡ് ഡാപ്പോക്സെറ്റിൻസ്. ഓക്കെ, അപ്പോൾ SSRIക്ക് എക്സാമ്പിൾ ആണ് ഫ്ലൂഓക്സെറ്റിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. ഏതാണ് ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറഞ്ഞാൽ സ്കിൻ ആണ് ലാർജസ്റ്റ് ഓർഗൻ അല്ലെ. സ്കിൻ ആണ് ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ യൂണിറ്റ് ഓഫ് വേവ് നമ്പർ. വേവ് നമ്പറിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ? അതായത് 1/, വേവ് ലെങ്തിനെയാണ് നമ്മൾ വേവ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 1/, ലെങ്ത് അല്ലെങ്കിൽ 1/, വേവ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് നമ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് പറഞ്ഞാൽ ശരിക്കും 1/, സെന്റിമീറ്റർ ആണ്. സോ സെന്റിമീറ്റർ റേസ്ഡ് ടു -1 നമുക്ക് പറയാം. അതിന്റെ യൂണിറ്റ് പറയുന്നത് കൈസർ ആണ്. ഓപ്ഷൻ എ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, the wave number is the number of wave cycle per unit of distance and wave number എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവ് ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ്, which is equal to the 1 centimeter raised to -1 അല്ലേ. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്തിന്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് നമുക്ക് എന്ത് പറയാം? സെന്റിമീറ്റർ റേസ്ഡ് ടു -1 എന്ന് പറയും. ഇനി ഹെർട്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. അതുപോലെ MS എന്താ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? മില്ലി സെക്കൻഡ്സ് ആണ് കേട്ടോ, മില്ലി സെക്കൻഡ്സ്. The next question, capacity limited process can be described by. അതായത് കൈനറ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റി ലിമിറ്റഡ് പ്രോസസ്സിനെ നമുക്ക് ഏത് കൈനറ്റിക്സ് വെച്ചിട്ടാണ്, ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ലീനിയർ കൈനറ്റിക്സ്, നോൺ ലീനിയർ കൈനറ്റിക്സ്, മൈക്കൽസ് മെന്റൻ കൈനറ്റിക്സ്, മിക്സഡ് കൈനറ്റിക്സ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടുത്തെ കറക്റ്റ് ആൻസർ മൈക്കൽസ് മെന്റൻ കൈനറ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ കപ്പാസിറ്റി ലിമിറ്റഡ് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കാരണം ഈ കപ്പാസിറ്റി ലിമിറ്റഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് റെഫർ ടു ദ എൻസൈമാറ്റിക് റിയാക്ഷൻസ്. ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മുടെ റിയാക്ടന്റിന്റെ സബ്സ്ട്രേറ്റിന്റെയും അതുപോലെ തന്നെ എൻസൈമിന്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം എപ്പോഴാണോ സബ്സ്ട്രേറ്റ് കൂടുതൽ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അവിടെ റേറ്റും എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മുടെ എൻസൈം സബ്സ്ട്രേറ്റ് കൊണ്ട് സാച്ചുറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണില്ല? ഈ പറയുന്ന ആ ഒരു ഇൻക്രീസ്, ആ ഒരു റേറ്റിൽ കൂടുതൽ പിന്നെ കാണില്ല. അപ്പം അവിടെ ഒരു ഹൈപ്പർബോളിക് റിലേഷൻഷിപ്പ് ആണ് റിയാക്ഷൻ റേറ്റും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും കൂടി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ആ ഒരു അത് എന്താണ്? ലിമിറ്റഡ് ആണ് അല്ലെ. സബ്സ്ട്രേറ്റും എൻസൈമും ലിമിറ്റഡ് ആവുന്ന കേസിൽ നമ്മുടെ റിയാക്ഷൻസ് എന്ത് ചെയ്യും? അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാനായിട്ട് തുടങ്ങും. പിന്നെ റേറ്റ് അങ്ങോട്ട് കയറില്ല. അപ്പോൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മൈക്കൽ മെന്റൻസ് കൈനറ്റിക്സ് ആണ്. ഓക്കെ, ജസ്റ്റ് റിയാക്ടൻസിന്റെ മാത്രം കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലീനിയർ കൈനറ്റിക്സ് എന്ന് പറയാം. ദെൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ ലീനിയർ കൈനറ്റിക്സ്. ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് മിക്സഡ് കൈനറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the cytotoxic drug with maximum emetic activity, emesis അല്ലെ, അതായത് വോമിറ്റിംഗ്, മാക്സിമം വോമിറ്റിംഗ് സൈഡ് എഫക്റ്റ് ഉള്ള ഒരു സൈറ്റോടോക്സിക് ഡ്രഗ്, അതായത് ആന്റി ക്യാൻസർ ഡ്രഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സിസ്പ്ലാറ്റിൻ, ക്ലോറാംബുസിൽ, മീത്തോട്രെക്സേറ്റ്, ബുസൽഫാൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഏത് വരും? സിസ്പ്ലാറ്റിൻ വരും അല്ലെ. സിസ്പ്ലാറ്റിൻ ആണ് മാക്സിമം എമിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5-HT3 ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഒണ്ടാൻസെട്രോൺസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആ ഒരു എമിറ്റിക് ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൂട്ടത്തിൽ കോ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിവർ മൈക്രോസോമൽ എൻസൈംസ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ. അതായത് മൈക്രോസോമൽ എൻസൈംസ് അല്ലെ, സൈറ്റോക്രോം പോലുള്ള എൻസൈംസുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സിമെറ്റിഡിൻ, ഫിനോബാർബിറ്റോൺ, പ്രൊക്കെയിൻ, അഡ്രിനാലിൻ. ഇവിടെ എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഫിനോബാർബിറ്റോൺസ് എന്ന് പറയുന്നത്. സിമെറ്റിഡിൻ ആണെങ്കിൽ വിച്ച് ഈസ് ആൻ ഇൻഹിബിറ്റർ ആണ് കേട്ടോ. ഓക്കെ, വിച്ച് ഈസ് ആൻ ഇൻഹിബിറ്റർ. അപ്പൊ ഓപ്ഷൻ ബി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം.
ഡ്രഗിനെ എൻസൈമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഫിനോബാർബിറ്റോൾ, റിഫാംപിസിൻ, ആന്റി കൺവൾസൻസ് ആയിട്ടുള്ള ഫെനിറ്റോയിൻ, കാർബമാസെപ്പിൻസ്, സ്പൈറനോലാക്ടോൺ, ഗ്രിസിയോഫൽവിൻ പോലുള്ള ഡ്രഗ്സുകൾ. ഇനി മൈക്രോസോമൽ എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവയാണ് സിമെറ്റിഡിൻ, ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള ഐസോനിയാസിഡ്സ്, എരിത്രോമൈസിൻസ്, സൾഫണമൈഡ്സ്, മെട്രോനിഡസോൾസ്, ക്ലോറാംഫിനിക്കോൾ ആൻഡ് കീറ്റോകോണസോൾസ്, ആൻഡ് ആന്റി കൺവൾസൻസ് ആയിട്ടുള്ള വാൽപ്രോയേറ്റ് ആൻഡ് അതർ ഡ്രഗ്സ് ഇമിപ്രമിൻ, ക്ലോർപ്രോമിൻ, അലോപ്യൂരിനോൾ പോലുള്ള ഡ്രഗ്സുകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ് ആയിരുന്നു വിച്ച് ഈസ് ഫിനോബാർബിറ്റോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ അയണിക് എമൾസിഫൈങ് ഏജന്റ്? എന്താണ് എമൾസിഫൈങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഫേസ് അല്ലെങ്കിൽ അക്വസ് ഫേസിനെയും ഓയിൽ ഫേസിനെയും കൂടി മിസിബിൾ ആക്കി നിർത്തുന്ന ഏജന്റ്സ് ആണ് എമൾസിഫൈങ് ഏജന്റ് അല്ലെ. താഴെ പറയുന്നതിൽ ഒരു എമൾസിഫൈങ് ഏജന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെല്ലോ പാരഫിൻ വാക്സ്, ബീസ് വാക്സ്, ലിക്വിഡ് പാരഫിൻ, സ്പാൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ യെല്ലോ പാരഫിൻ വാക്സും ബീസ് വാക്സും ലിക്വിഡ് പാരഫിൻസും എല്ലാം തന്നെ തിക്കനിങ് ഏജന്റ്സ് ആണ്. ഓക്കെ, തിക്കനിങ് ഏജന്റ്സ് ആണ്, എമൾസിഫൈങ് ഏജന്റ്സ് അല്ല അവയൊന്നും. ഓക്കെ, അപ്പം പിന്നെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? സ്പാൻസ് ആണ് ഒരു എമൾസിഫൈങ് ഏജന്റ് വരുന്നത്. അതിൽ തന്നെ സ്പാൻസ് ആൻഡ് ട്വീൻസ് അതുപോലുള്ള ഏജൻസികളെല്ലാം തന്നെ നോൺ അയണിക് ആണ്. നോൺ അയണിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ വാട്ടറിൽ അയണൈസ് ചെയ്യുന്നില്ല അല്ലെ, ഹാവ് നോ ഇലക്ട്രിക്കൽ ചാർജ് ആയിരിക്കും. അപ്പോൾ അതുപോലുള്ള നോൺ അയണിക് എമൾസിഫയേഴ്സിന് എക്സാമ്പിൾ ആണ് ഫാറ്റി ആൽക്കഹോൾസ്, ഫാറ്റി ആസിഡ്സ്, സ്പാൻസ്, ടീൻസ് പോലുള്ള കോമ്പൗണ്ട്സുകൾ. ഓക്കെ, ഓപ്ഷൻ ഡി വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോട്ടോവേ ഈസ് യൂസ്ഡ് ടു മെഷർ. എന്തിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് റോട്ടോവേ? റൊട്ടേഷൻ സ്പീഡ് ഓഫ് ക്യാപ്സ്യൂൾസ്, വെയിറ്റ് ഓഫ് ക്യാപ്സ്യൂൾസ്, സോർട്ടിംഗ് സ്പീഡ് ഓഫ് ക്യാപ്സ്യൂൾസ്, നൺ ഓഫ് ദ എബോവ്. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? വെയിറ്റ് ഓഫ് ദ ക്യാപ്സ്യൂൾസ് അല്ലെ. നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നത് പോലെ തന്നെ ക്യാപ്സ്യൂൾസിലെയും ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആവണം, ആക്യുറേറ്റ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് വേരിയേഷൻസ് വരാതെ ആ ഒരു വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് റോട്ടോവേസ് എന്ന് പറയുന്നത്. ഈ റോട്ടോവേസ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ it works by spinning the capsules rapidly on a rotating platform. Then ആ ഒരു കൺസിസ്റ്റന്റ് വെയിറ്റ് ഡിറ്റർമിനേഷൻ അത് കണ്ടെത്തും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോളിഡ് ഫാറ്റ് ഇൻഡെക്സ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. എന്താണ് SFI എന്ന് പറഞ്ഞാല്? ഈ SFI ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യോമെട്രി, ആംബ്രോമെട്രിക് ടൈട്രേഷൻ, വോൾട്ടാമെട്രി, ഡയലേട്രോമെട്രി. ഇതിൽ പൊട്ടൻഷ്യോമെട്രിയും വോൾട്ടാമെട്രിയും ഒക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയുന്നതാണ് അല്ലെ. അപ്പൊ സോളിഡ് ഫാറ്റ് ഇൻഡെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഡയലേറ്റോമെട്രി. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്താണ് സോളിഡ് ഫാറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സോളിഡ് ഫാറ്റ് കണ്ടന്റ് ഇൻ എ ഫാറ്റ് ഓർ ഓയിൽ അറ്റ് വേരിയസ് ടെമ്പറേച്ചേഴ്സ്. ഓരോ ടെമ്പറേച്ചറിലുള്ള നമ്മുടെ ഫാറ്റിലോ ഓയിലിലോ ഉള്ള സോളിഡ് കണ്ടന്റിനെയാണ് നമ്മൾ സോളിഡ് ഫാറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ തിരിച്ച് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേരിയേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ SFI ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെത്തേഡ് ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണ് ഡയലേറ്റോമെട്രി. ഒക്കെ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ ഡിഫറെന്റ് കണ്ടന്റ് ആയിരിക്കും വരുന്നത്. The next question, ergotoxin contains. Ergotoxin contains what? Ergocryptin, ergocristin, ergoconin, all of the above. എന്താണ് ergotoxins എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ക്ലാവിസെപ്സ് പർപ്യൂറ എന്ന് പറയുന്ന ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് എർഗോടോക്സിൻ. ഓക്കെ, ക്ലാവിസെപ്സ് പർപ്യൂറ. ആ എർഗോടോക്സിനിൽ ഉള്ള കണ്ടന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ്. അതായത് എർഗോക്രിപ്റ്റിനും എർഗോക്രിസ്റ്റിനും എർഗോകോണിനും കൂടെ ചേർന്നതാണ് എർഗോടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ടിക്കിൾസ് വിച്ച് ആർ ഡീപ്ലി ബോണ്ടഡ്, settle rapidly, easily redispersible are known as. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കുക. പാർട്ടിക്കിൾസ് നല്ല ഡീപ്ലി ബോണ്ട് ആണ്, പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവുന്നു, അതുപോലെ തന്നെ സെറ്റിൽ ആവുന്നത് പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, അതിനെ റീഡിസ്പേഴ്സ് ചെയ്യാം. അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊയാഗ്യൂൾസ്, ഡി ഫ്ലോക്യൂൾസ്, ഫ്ലോക്യൂൾസ്, സെഡിമെന്റ്സ്. ഏതാണ് വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫ്ലോക്യൂൾസ് ആണ് അല്ലെ. ഫ്ലോക്യൂൾസ് നമ്മൾ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ പറയും. അതിന്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്ന് തന്നെ അത്
അല്ലെങ്കിൽ ഫ്ലോക്യൂൾസ് ആയിട്ട് ലാർജർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. എന്നിട്ട് താഴോട്ട് പെട്ടെന്ന് സെറ്റിൽ ആവാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മളൊന്ന് ഷേക്ക് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് അത് എന്ത് ചെയ്യും, റീഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും, ഓപ്ഷൻ സി ഫ്ലോക്യൂൾസ് വരും. ഞാൻ നോക്കിക്കേ, ഡി ഫ്ലോക്യൂൾസ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത, ദേ ആർ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആണ് അല്ലെ. ഡി ഫ്ലോക്യൂൾസ് എന്ന് പറയുമ്പോൾ അതുപോലെ ബോണ്ടഡ് അല്ല, ഇൻഡിവിജ്വൽസ് ആണ്. പിന്നെ അതിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയാണ്, വളരെ സ്ലോയിലാണ് സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ റീഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് പറ്റുമോ, ഇല്ല. റീഡിസ്പേഴ്സ് അവിടെ ഒരു ഹാറ്റ് കേക്ക് ആണ് ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി വരില്ല. പിന്നെ സെഡിമെന്റ്സ് നോക്കിയാൽ എന്താണ്, സെറ്റിൽ ആവുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സെഡിമെന്റ്സ് എന്ന് പറയുന്നത്. അതും നമുക്ക് റീഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഓപ്ഷൻ സി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നക്സ്വോമിക്ക സീഡ് കണ്ടെയ്ൻസ്. ട്രൈക്കോംസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. നക്സ്വോമിക്ക സീഡ്സിൽ പ്രസന്റ് ആയിരിക്കുന്ന ട്രൈക്കോംസ് ആണ് യൂണിസെല്ലുലാർ ലിഗ്നിഫൈഡ് കവറിംഗ് ട്രൈക്കോംസ് അല്ലെ. ഓപ്ഷൻ എ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഓഫ് ഡയാസെപ്പാംസ്. ഡയാസെപ്പാംസിന്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രോസെപ്പാം, നോർ ഡയാസെപ്പാം, ഡസ്റ്റ് മീഥൈൽ ഫ്ലൂറാസെപ്പാംസ്, നൺ ഓഫ് ദ എബോവ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നോർ ഡയാസെപ്പാംസ് ആണ് നമ്മുടെ ഡയാസെപ്പാമിന്റെ ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ്. നൈട്രോസെപ്പാംസ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ആൻ അനദർ ബെൻസോഡയസെപ്പിൻസ്. അതുപോലെ ഡസ്റ്റ് മീഥൈൽ ഫ്ലൂറാസെപ്പാം ഫ്ലൂറാസെപ്പാമിന്റെ ഒരു മെറ്റബോളൈറ്റ് ആണ്. ഈ ഡയസെപ്പാമിന്റെ ബ്രാൻഡ് നെയിം ആണ് വെലിയം. ഓക്കെ, വെലിയം. ആൻഡ് വിച്ച് ഈസ് മെറ്റബോളൈസ്ഡ്, നമ്മുടെ ഈ ഡയസെപ്പാം മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. ആൻഡ് വൺ ഓഫ് ദ മെയിൻ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ് നോർ ഡയസെപ്പാം വിച്ച് ഈസ് അതർവൈസ് കോൾഡ് ഡസ്റ്റ് മീഥൈൽ ഡയാസെപ്പാംസ്. അപ്പം ഇതെങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഈ നോർ ഡയാസെപ്പാംസിന് ഡയസെപ്പാമിന്റെ അതേ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി തന്നെയാണ്. അതായത് ഇത് ആൻസിയോലൈറ്റിക്, മസിൽ റിലാക്സൻ, ആന്റി കൺവൽസൻ പ്രോപ്പർട്ടി എല്ലാം കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ലോങ്ങർ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ നോർ ഡയസെപ്പാം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു. വിച്ച് ഈസ് ആൻ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഓഫ് ദ ഡയസെപ്പാം. ഡയസെപ്പാം എന്താണ്, ഇറ്റ് ഈസ് എ ബെൻസോഡയസെപ്പിൻ ക്ലാസ് ആണ് അല്ലെ. The next question, NSAID produce ulcerogenic action because. അപ്പൊ NSAIDs ulcerogenic action produce ചെയ്യുന്നു. എന്തു കാരണം, they decrease acid secretion in the stomach, they increase mucus secretion in the stomach, they increase mucosal blood flow in the stomach, none of the above. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, NSAID നമ്മുടെ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അൾസറോജനിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ആസിഡ് സെക്രീഷൻ കുറയുന്നോണ്ടാണോ, അല്ല. ആസിഡ് സെക്രീഷൻ കുറയുമ്പോൾ നമുക്ക് അൾസറോജനിക് അല്ലേ, അൾസർ പ്രൊട്ടക്റ്റീവ് എഫക്ഷൻ ആണ് കിട്ടുന്നത്. ദേ ഇൻക്രീസ് മ്യൂക്കസ് സെക്രീഷൻ, അതും തെറ്റാണ്. കാരണം അൾസറോജനിക് എന്ന് പറയുമ്പോൾ മ്യൂക്കസ് പ്രൊഡക്ഷനും ബൈകാർബണേറ്റ് പ്രൊഡക്ഷനും എല്ലാം എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. അതും തെറ്റാണ് അല്ലെ. ദേ ഇൻക്രീസ് മ്യൂക്കോസൽ ബ്ലഡ് ഫ്ലോ ഇൻ ദ സ്റ്റൊമക്ക്, അതും തെറ്റാണ്. മ്യൂക്കോസൽ ബ്ലഡ് ഫ്ലോ കിട്ടിയാലും നമുക്ക് അൾസർ ഉണ്ടാവുമോ, ഇല്ല. അതും തെറ്റാണ്. അപ്പൊ നൺ ഓഫ് ദ എബോവ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ NSAID മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കിയാൽ വിച്ച് ഇസ് എ കോക്സ് ഇൻഹിബിറ്റർ ആണ് അല്ലെ. കോക്സ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. കോക്സ് എൻസൈം മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നത്, പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ആണ് കോക്സ് എൻസൈംസ്. അപ്പം ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ നമ്മുടെ മ്യൂക്കസ് പ്രൊഡക്ഷനും ബൈകാർബണേറ്റ് സെക്രീഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യുമായിരുന്നു. അപ്പം NSAID കോക്സ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡക്ഷൻ അവിടെ കുറയും. അങ്ങനെ നമ്മുടെ മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് സെക്രീഷൻ അവിടെ കുറയും. അങ്ങനെ മ്യൂക്കോസൽ ബ്ലഡ് ഫ്ലോയും എന്ത് ചെയ്യും, അവിടെ ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു അൾസറോജനിക് എഫക്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ NSAIDs പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിനെ തന്നെ അത് ഡിഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇത് എന്ത് ചെയ്യും, ആസിഡ് സെക്രീഷൻ കുറയ്ക്കുന്നുണ്ടോ, ഇല്ല, കുറയ്ക്കുന്നില്ല. മ്യൂക്കസ് സെക്രീഷൻ അവര് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. മ്യൂക്കസ് സെക്രീഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രോഡക്റ്റ് ഓഫ് ദ പ്യൂരിൻ കാറ്റബോളിസം ഇൻ മാൻ. ഹ്യൂമൻസിലെ കാര്യമാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ പ്രോഡക്റ്റ് ഓഫ് ദ പ്യൂരിൻ കാറ്റബോളിസം ഇൻ മാൻ. മാനിലുള്ള പ്യൂരിൻ മെറ്റബോളിസത്തിന്റെ എൻ പ്രോഡക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലൻറ്റോയിൻ, ഇനോസിൻ, യൂറിക് ആസിഡ്, സാന്തിൻസ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹ്യൂമൻ എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ പ്യൂരിൻ കാറ്റബോളിസത്തിന്റെ എൻ പ്രോഡക്റ്റ് ഏതാ വരിക, യൂറിക് ആസിഡ് ആണ് വരിക. ഓക്കെ, ഇനി അലൻറ്റോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂരിന്റെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻ പ്രോഡക്റ്റ് ആണ്. പക്ഷെ അതർ മാമൽസിലാണ് ഇത് കാണപ്പെടുക കേട്ടോ. അതർ മാമൽസിലുള്ള ഒരു
ബൈ പ്രോഡക്റ്റ് ആണ് അലൻഡോയിൻ. ഇനി ഇനോസിനും സാന്തിൻസും ഒക്കെ ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആണ്. അതായത് പ്യൂരിൻ മെറ്റബോളൈസ് ചെയ്തിട്ട് യൂറിക് ആസിഡ് ആവുന്നതിന് മുമ്പുള്ള ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ് ഇനോസിൻസും സാന്തിൻസും ഒക്കെ. ഓക്കെ, അലൻഡോയിൻ നമ്മുടെ ബോഡിയിൽ എന്താ ഉണ്ടാവാത്തതെന്നും കൂടെ നോക്കിക്കോ. നമ്മുടെ ബോഡിയിൽ യൂറിക്കേസ് എന്ന് പറയുന്ന എൻസൈം ഇല്ല. അതർ മാമൽസിൽ ഈ എൻസൈം ഉണ്ട്. ഈ എൻസൈം ആണ്, അതായത് യൂറിക്കേസ് എന്ന് പറയുന്ന എൻസൈം ആണ് പ്യൂരിനെ അലൻഡോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ പ്യൂരിൻ മെറ്റബോളിസം ഇൻ മാൻ ഈസ് യൂറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസാഫോയിറ്റിഡ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം അസാഫോയിറ്റിഡ അല്ലെ, അസാഫോയിറ്റിഡ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫെറുല അസാഫോയിറ്റിഡ ആൻഡ് അതിന്റെ പ്ലേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബർമ, സ്പെയിൻ, മലേഷ്യ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഇറാനും വരുന്നുണ്ട്. ഓക്കെ, ഇറാനും വരുന്നുണ്ട്. അതിൽ കൂടുതലും ആ ഒരു ക്വാളിറ്റി കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന അസാഫോയിറ്റിഡയ്ക്കാണ്. ദെൻ മലേഷ്യയിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സുകളും കൂടെ ഓർത്തിരിക്കുക. ക്ലോവ്, കാർഡമം ആൻഡ് നട്ട്മഗ്സ്, ഇതൊക്കെയാണ് മലേഷ്യ ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അസാഫോയിറ്റിഡ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഡ് പാരഫിൻ ഈസ് ഓഫ്. എന്താണ് ലിക്വിഡ് പാരഫിൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹൈഡ്രോ കാർബൺസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന്റെ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് ആണ് ലിക്വിഡ് പാരഫിൻ. വിച്ച് ഈസ് ആനിമൽ ഒറിജിൻ, മിനറൽ ഒറിജിൻ, സിന്തറ്റിക് ഒറിജിൻ, സെമി സിന്തറ്റിക് ഒറിജിൻ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഹൈഡ്രോ കാർബൺ ഡിസ്റ്റിലേഷൻ ആണ് അല്ലെ, സോ അല്ല പെട്രോളിയം ഡിസ്റ്റിലേഷൻ ആണ്, സോ വിച്ച് ഈസ് കാൾഡ് മിനറൽ ഒറിജിൻ ആണ് വരുന്നത്. Liquid paraffin, also known as mineral oil, which is obtained by the distillation of the petroleum. So ഇതെന്താണ്, കെമിക്കലി സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ ഇത് കുറെ നാളിരുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് റാൻസിഡ് ആയി പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ലോങ് ടേം സ്റ്റോറേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് ബെറ്റർ ഓപ്ഷൻ ആണ് ലിക്വിഡ് പാരഫിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം MDT ഈസ് റിലേറ്റഡ് ടു മൾട്ടി ഡ്രഗ് തെറാപ്പി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ലെപ്രസി, ട്യൂബർകുലോസിസ്, അമീബിയാസിസ്, ജിയാർഡിയാസിസ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഓപ്ഷൻ എ വരുമല്ലേ കറക്റ്റ് ആൻസർ. ലെപ്രസീവായിട്ട് റിലേറ്റ് ചെയ്തതാണ് മൾട്ടി ഡ്രഗ് തെറാപ്പി. എന്താണതെന്ന് പറഞ്ഞാല്, മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്റിബയോട്ടിക്സിന്റെ കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ആന്റിബയോട്ടിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓർഗാനിസം അത്ര പൊട്ടന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ആന്റിബയോട്ടിക്കിനോട് അത് റെസിസ്റ്റൻസ് നേടിയെടുക്കും. സോ അങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് കോമ്പിനേഷന് കൊടുക്കുന്ന WHO ഒരു കണ്ടുപിടുത്തമാണ് എന്തെന്ന് പറഞ്ഞാൽ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ. അപ്പൊ MDT വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ലെപ്രസി. ഇനി ട്യൂബർകുലോസിസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഡോട്ട്സ്, അതായത് ഡയറക്റ്റ് ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ്, ഡോട്ട്സ്. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈഹൈഡ്രോപിരിഡിൻ റിംഗ് കണ്ടെയ്നിങ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ ഡൈഹൈഡ്രോപിരിഡിൻ റിംഗ് ഉണ്ട്, അതുപോലെ ബെൻസോതൈസപ്പിൻസ് ഉണ്ട്. അപ്പൊ ഡൈഹൈഡ്രോപിരിഡിൻ റിംഗ് വരുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരാപ്പമിൽ, ഡിൽറ്റിയാസം, നിഫിഡിപ്പിൻ, ലോസാർട്ടൻ. ഏതാണ് വരുന്നത്? ഇതിൽ വെരാപ്പമിലും ഡിൽറ്റിയാസവും നിഫിഡിപ്പിനും കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. അതിൽ തന്നെ ഡൈഹൈഡ്രോപിരിഡിൻ റിംഗ് വരുന്നത് നിഫിഡിപ്പിൻ ആണ്. ഓക്കെ, നിഫിഡിപ്പിൻ ആണ് വരുന്നത്. ഡൈഹൈഡ്രോപിരിഡിൻ ഫസ്റ്റ് ജനറേഷൻ ആണ് നിഫിഡിപ്പിൻ, ആൻഡ് സെക്കൻഡ് ജനറേഷനിൽ വരുന്നതാണ് ഫെലോഡിപ്പിനും നിക്കാഡിപ്പിനും ഒക്കെ. തേർഡ് ജനറേഷനിലാണെങ്കിൽ അംലോഡിപ്പിൻ വരുന്നുണ്ട്. ദെൻ ഫിനൈൽ ആൽക്കൈൽ അമീൻസ് ആണ് വെരാപ്പമില്, ബെൻസോതൈസപ്പിൻസ് ആണ് ഡിൽറ്റിയാസംസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു പ്രിവെന്റ് INH ഇൻഡ്യൂസ്ഡ് ന്യൂറോടോക്സിസിറ്റി ഈസ് ഗിവൺ അലോങ് വിത്ത് ഇറ്റ്. INH എന്താണ്? INH എന്ന് പറഞ്ഞാൽ ഐസോനിയാസിഡ് ആണ് അല്ലെ, ട്യൂബർകുലോസിസിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഐസോനിയാസിഡ്. വിച്ച് ഈസ് along with the what എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിരിഡോക്സിൻ, നിയാസിൻ, സയാനോ കൊബാലമിൻ, റൈബോഫ്ലേവിൻ. ഓക്കെ, വൈറ്റമിൻസ് ആണ്. ഏത് വൈറ്റമിനുമായിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ INHന്റെ ആ ഒരു ന്യൂറോടോക്സിസിറ്റി, അതായത് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഐസോനിയാസിന്. അത് അപ്പൊ ഏത് വൈറ്റമിനുമായിട്ട് കൊടുക്കുമ്പോഴാണ് ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഏതാണ്? പിരിഡോക്സിൻ, നിയോസിൻ, സയാനോ കൊബാലമിൻ ആൻഡ് റൈബോഫ്ലേവിൻ. കറക്റ്റ് ആൻസർ വരുന്നത്
പിരിഡോക്സിൻ ആണ് അല്ലെ, വൈറ്റമിൻ B6 ആയിട്ടുള്ള പിരിഡോക്സിനുമായിട്ടാണ് കൊടുക്കുന്നത്. ഐസോനിയാസിഡ് ട്യൂബർകുലോസിസിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇത് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ പിരിഡോക്സിൻ വിച്ച് ഈസ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് നെർവ് ഫങ്ഷൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ന്യൂറോ ടോക്സിസിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻസ് നമുക്ക് അവിടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. Next question, endotoxin is produced by the following bacteria except. താഴെ പറയുന്ന ബാക്ടീരിയയിൽ എൻഡോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാൽമണല്ല ടൈഫി, ബോട്ടഡല്ല പെർട്ടൂസിസ്, യെർസീനിയ പെസ്റ്റിസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. സിമ്പിൾ ആണ് അല്ലെ. എൻഡോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന്റെ സെൽ വോളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ സെൽ ഡെത്തിന് ശേഷം ഈ എൻഡോടോക്സിൻ അവർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ പറയുന്നതിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്താണ്? വിച്ച് ഈസ് എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് അല്ലെ, ഗ്രാം പോസിറ്റീവ്. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പം കോമ്പൗണ്ട് ഏതാണ്? ഓക്കെ, അപ്പം സാൽമൺ ഇത് മൂന്നും എൻഡോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലോസ്ട്രീഡിയം ടെറ്റനി മാത്രം എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? എൻഡോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ദെൻ ക്ലോസ്ട്രീഡിയം ടെറ്റനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ എക്സോടോക്സിൻസ് ആണ്, സച്ച് ആസ് ടെറ്റാനോസ്പാസ്മിൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the drug amikacin is derived from. ഡ്രഗ് അമിക്കസിൻ ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രിക്കർസർ ആണ് ചോദിച്ചിരിക്കുന്നത്. കാനാമൈസിൻ, ജെൻഡാമൈസിൻ, സിസോമൈസിൻസ്, നിയോമൈസിൻസ്. ഇതിൽ നിന്നാണ് അമിക്കസിൻസ് ഡിറൈവ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസേഴ്സ്. അമിക്കസിൻ ഈസ് എ അമിനോ ഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക് ആണ് അല്ലെ. പർട്ടിക്കുലർലി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിനെതിരെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കാനാമൈസിനെ കുറച്ച് കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് അതിന്റെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്ത് അതുപോലെ തന്നെ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അമിക്കസിൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ആംബ്ലം ഡിനോട്ട്സ്. എന്താണ് ആംബ്ലം എന്ന് പറഞ്ഞാൽ? ടേബിൾ സ്പൂൺ, ടീസ്പൂൺ, ഡെസേർട്ട് സ്പൂൺ, വൈൻ ഗ്ലാസ് ഫുൾ. ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ടേബിൾ സ്പൂൺ ആണ് അല്ലെ. ടേബിൾ സ്പൂൺ ഫുൾ ആണ് ആംബ്ലം. ml കൂടെ ശ്രദ്ധിച്ചോളുക. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 15 ml, ടീസ്പൂൺ ആണെങ്കിൽ 5 ml, ഡെസേർട്ട് സ്പൂൺ ആണെങ്കിൽ 10 ml ആൻഡ് വൈൻ ഗ്ലാസ് ഫുൾ ആണെങ്കിൽ 60 ml ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാൽ ബ്ലാഡർ, ലിവർ, പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈൻ. എവിടെ നിന്നാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആണ് അല്ലെ. പിന്നെ സ്റ്റോർ ചെയ്യുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും എവിടെയാണ്? ഗാൽ ബ്ലാഡറിലാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ബൈലിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് ബൈൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഫാറ്റിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ വേണ്ടിയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഈ ഫാറ്റിന്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബൈലാണ്. ബൈൽ എന്തൊക്കെയാണുള്ളത്? ബൈൽ ആസിഡ്സ് ഉണ്ട് അല്ലെ. ബൈൽ ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഫാറ്റിന്റെ എമൽസിഫിക്കേഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ബിലിറൂബിൻ, കൊളസ്ട്രോൾ ആൻഡ് അതർ സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർഫിൻ ഡസ് നോട്ട് കോസ്. താഴെ പറയുന്നതിൽ മോർഫിൻ കാണിക്കാത്ത ഒരു എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിള്, CNS ഡിപ്രഷൻ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഡയേറിയ. ഏതാണ് മോർഫിൻ കാണിക്കാത്ത ഒരു പ്രോസസ്സ്? ആൻസർ വരുന്നത് ഡയേറിയ ആണ് അല്ലെ. അതായത് മോർഫിൻ വിച്ച് കോസസ് ദ കോൺസ്റ്റിപ്പേഷൻ. സോ ഡയേറിയ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാരിയർ ക്രീംസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ സ്കിൻ ഫ്രം. നമ്മുടെ ബാരിയർ ക്രീംസ് നമുക്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സൺലൈറ്റ് ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണോ? മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണോ? വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണോ? ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആൻഡ് UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആൻഡ് UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ബാരിയർ ക്രീംസ് യൂസ് ചെയ്യുന്നത്. സൺലൈറ്റ് ഇഞ്ചുറി എന്നാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം അല്ലെ. സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. അതുപോലെ മൈക്രോ ഓർഗാനിസത്തിനാണെങ്കിൽ എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ക്രീമുകൾ യൂസ് ചെയ്താൽ മതി. വൈറൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ എന്തെങ്കിലും ആന്റി വൈറൽ മെഡിക്കേഷൻസ് യൂസ് ചെയ്താൽ മതി. സോ ബാരിയർ ക്രീംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആൻഡ് UV റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനാണ്. വിച്ച് കോസസ് സോ ഇറിറ്റേഷൻസ് ടു ദ സ്കിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പിനെഫ്രിൻ ഈസ് ആഡഡ് ടു ലോക്കൽ അനസ്തെറ്റിക്സ് ടു കോസ് വാട്ട്? എപ്പിനെഫ്രിനും ലോക്കൽ അനസ്തെറ്റിക്സും കൂടെ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ് ഹീമോസ്റ്റാസിസ്, പ്രൊലോങ് ദ ആക്ഷൻ ഓഫ് ഡ്രഗ്,
സ്റ്റിമുലേറ്റ് ഹീലിംഗ് ഓഫ് വൂണ്ട്, ഡിക്രീസ് സൈഡ് എഫക്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സും എപ്പിനെഫ്രിനും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്? അപ്പൊ അറിഞ്ഞിരിക്കുക, എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ ഒരു വാസോ കൺസ്ട്രക്ടർ ആണ്. ഓക്കെ, എപ്പിനെഫ്രിൻ എന്താണ്? ഒരു വാസോ കൺസ്ട്രക്ടർ ആണ്. വാസോ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡ് വെസൽസിനെ ചുരുക്കുന്ന എഫക്റ്റ് ആണ് ഇത് കൊടുക്കുന്നത്. ഇനി ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും എഫക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്ന സമയത്ത് എപ്പിനെഫ്രിനും കൂടെ കൊടുത്താൽ അവിടുത്തെ വാസോ കൺസ്ട്രക്ഷൻ നടക്കും, അതായത് ബ്ലഡ് വെസൽസ് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഡ്രഗ്, അതായത് ലോക്കൽ അനസ്തെറ്റിക്സ്, ആ ഏരിയയിൽ തന്നെ കൺഫൈൻ ചെയ്ത് നിൽക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കൺഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണം? ആ ഒരു മെഡിക്കേഷന്റെ എഫക്റ്റ് നമുക്ക് പ്രൊലോങ് ആക്കാം, അതായത് പ്രൊലോങ് ആക്ഷൻ ഓഫ് ദ ഡ്രഗ് ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അപ്പൊ എപ്പിനെഫ്രിൻ എന്തുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് തരുന്നത്? വിച്ച് ഈസ് എ വാസോ കൺസ്ട്രക്ടർ. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രഗ് അവിടെ കൺഫൈൻ ചെയ്യും, അതായത് ബ്ലഡ് സ്ട്രീമിലേക്ക് കടക്കാതെ ബ്ലഡ് സ്ട്രീമിലേക്കുള്ള അബ്സോർപ്ഷൻ അവിടെ സ്ലോ ആവുന്നു. അങ്ങനെ നമുക്ക് മാക്സിമം പ്രൊലോങ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ലോക്കൽ അനസ്തെറ്റിക്സ്. Okay, next question. The phenomenon of repeated administration of a drug resulting in a cell receptor blockage is known as. അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി, ആ ഒരു തെറാപ്യൂട്ടിക് ഡോസിൽ കിട്ടാണ്ട് വരിക, അതായത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് ആ ഒരു തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി കിട്ടാൻ നമുക്ക് ഡോസ് കൂട്ടേണ്ടി വരിക. ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ടാക്കിഫിലാക്സിസ്, ഇഡിയോസിൻക്രസി, ടോളറൻസ്, സൈനർജിസം. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ടോളറൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഒരു എന്താണ് പെട്ടെന്നുള്ള ഒരു സഡൻ ആണ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് എന്ന് എടുത്തു പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ടാക്കിഫിലാക്സിസും പറയാം. ടാക്കിഫിലാക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു റാപ്പിഡ് പ്രോസസ് ആണ്, കുറച്ചുകൂടെ റാപ്പിഡ് ആയിട്ടാണ്. പക്ഷെ ടോളറൻസ് പറയുമ്പോഴത്തേക്കിന് ആ ഒരു റെസ്പോൺസ് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് റിസപ്റ്റർ ബ്ലോക്കേജ് അല്ലെങ്കിൽ ഡൗൺ റെഗുലേഷൻ ഒക്കെ വന്നിട്ട് ഗ്രാജുവലി കുറയുന്നതാണ് ടോളറൻസ്. ടാക്കിഫിലാക്സിസ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് എ മോർ റാപ്പിഡ് പ്രോസസ്. ടാക്കിഫിലാക്സിസിന്റെ മറ്റൊരു പേര് എന്താണ്? അക്യൂട്ട് ടോളറൻസ് ആണ് കേട്ടോ, അക്യൂട്ട് ടോളറൻസ്. ഇനി ഇഡിയോസിൻക്രസി എന്താണ്? ജനറ്റിക് റിലേറ്റഡ് ആണ്, അല്ലെ? അതായത് ഒരു പർട്ടിക്കുലർ ജനറ്റിക്സിലുള്ള ആൾക്കാരിൽ മാത്രമായിരിക്കും എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാണിക്കുന്നത്, അല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ ഇഡിയോസിൻക്രസി എന്ന് പറയും. സൈനർജിസം എന്താണ്? രണ്ട് ഡ്രഗുകൾ സെയിം ആക്ഷൻസ് അഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെ? രണ്ടിന്റെയും ആക്ഷൻ ഇൻക്രീസ് ചെയ്യുക ഒരുമിച്ച് ചേരുമ്പോൾ, കോമ്പിനേഷൻ വരുമ്പോൾ, അതാണ് സൈനർജിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാൽ ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് വിച്ച് മെറ്റൽ പോയ്സണിങ്? ഏത് മെറ്റൽ പോയ്സണിങ്ങിലാണ് നമ്മൾ ബാൽ യൂസ് ചെയ്യുന്നത്? ബാൽ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എ കോംപ്ലക്സിങ് ഏജന്റ് ആണ് കേട്ടോ. കോപ്പർ, മെർക്കുറി, സയനൈഡ്, അയൺ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് മെർക്കുറി ആണ്. അതായത് ബാൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹെവി മെറ്റൽസിന്റെ പോയ്സണിങ്ങിലാണ്. ഹെവി മെറ്റൽസിൽ പോയ്സണിങ് വരുമ്പോൾ ഈ ബാൽ യൂസ് ചെയ്താൽ അവിടെ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് നമുക്ക് ആ പോയ്സണിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോപ്പറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? പെനിസിലമീൻ ആണ് ആന്റിഡോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ അയണിന് യൂസ് ചെയ്യുന്ന ഏതാണ്? ഡെസ്പെറിയോക്സമീൻ ആണ്, അല്ലെ? ഡെസ്പെറിയോക്സമീൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി, മെർക്കുറിക്കാണ് നമ്മൾ ബാൽ യൂസ് ചെയ്യുന്നത്. സയനൈഡിന്റെ കൂടെ ഓർത്തിരിക്കുക, സോഡിയം തയോസൾഫേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്സോ കൊബാലമീൻസ് ആണ് മെറ്റൽ പോയ്സണിങ്ങിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജന്റ് വിച്ച് ഈസ് ഡൈപെപ്റ്റിഡേസ് 4 ഇൻഹിബിറ്റേഴ്സ്. ഹൈപ്പോഗ്ലൈസെമിക് ഏജന്റിന്റെ ക്ലാസിഫിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പ് നമുക്ക് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പേപ്പറിൽ തന്നെ. തൈസോളിഡിൻ ഡയോൺ ഡെറിവേറ്റീവ് ഏതാണെന്ന്, അല്ലെ? പയോഗ്ലിറ്റസോൺ ആൻഡ് റോസിഗ്ലിറ്റസോൺസ് ആണ് തൈസോളിഡിൻ ഡയോൺസ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഡൈപെപ്റ്റിഡേസ് 4 ഇൻഹിബിറ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വരും കറക്റ്റ് ആൻസർ? സീതാഗ്ലിപ്റ്റിൻ ആണ് ഡൈപെപ്റ്റിഡേസ് 4 ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്, അല്ലെ? Then ലിറാഗ്ലൂട്ടൈഡ് നോക്കിക്കേ, GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എംബാഗ്ലിഫ്ലോസിൻ SGL2 ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, സോഡിയം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഇൻഹിബിറ്റർ ആണ്.
DPP4 ഇൻഹിബിറ്റേഴ്സിന്റെ അതർ എക്സാമ്പിൾസ് കൂടെ നോക്കുക. സാക്സാഗ്ലിപ്റ്റിൻ, ലിനാഗ്ലിപ്റ്റിൻ ആൻഡ് ആലോഗ്ലിപ്റ്റിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a low volume of distribution of drug indicates. low volume of distribution എന്ന് വെച്ചാൽ എന്താണ്? VD അല്ലെ? low VD എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? short biological life, does not accumulate in the various organs, not bioavailable, none of the above. short VD എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡ്രഗ്, നമ്മൾ എടുത്ത ഡ്രഗ് ബ്ലഡിൽ തന്നെ കൺഫൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ? വേരിയസ് ഓർഗൻസിലേക്ക് അത് എന്ത് ചെയ്തിട്ടില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും ഡെപ്പോസിറ്റ് ചെയ്തിട്ടും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ലോ വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ് ദ ഡസ് നോട്ട് അക്യുമുലേറ്റ് ഇൻ ദ വേരിയസ് ഓർഗൻസ്. ഓർഗൻസിലേക്ക് അത് പോയിട്ടില്ല. അല്ലാതെ നോട്ട് ബയോ അവൈലബിൾ ആണോ? അല്ല, അത് ബ്ലഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, വീടി കുറവാണെന്ന് വെച്ചാൽ ബ്ലഡിൽ തന്നെ ആ കോൺസെൻട്രേഷൻ കൂടി നിൽക്കുകയാണ് അല്ലെ? സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനറൽ ഡെഫിഷ്യന്റ് ഇൻ മിൽക്ക്. മിൽക്കിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, അയോൺ. ഏതാണ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് അയൺ ആണ് അല്ലെ? അതായത് ഈ മിൽക്ക് ഫീഡിങ് മാത്രമുള്ള കുട്ടികളിൽ പോലും അയൺ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അതായത് ഹീമോലൈറ്റിക് അനീമിയ ഒക്കെ കാണാറുണ്ട്. കാരണം അത് പറഞ്ഞാല് മിൽക്കില് ശരിക്കും അയൺ കുറവാണ്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യന്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question, which of the following monoclonal antibody is fully human in origin? Fully human in origin ആയിട്ടുള്ള monoclonal antibody ആണ് ചോദിച്ചിരിക്കുന്നത്. ഡാക്ലിസുമാബ്, ഇൻഫ്ലിക്സിമാബ്, അഡാലിമാബ്, എഡ്രികൊളോമാബ്. ഏതാണ് വരുന്നത്? എല്ലാം monoclonal antibodies ആണ്. അതിൽ അഡാലിമുമാബ് മാത്രമാണ് ഫുള്ളി ഹ്യൂമൻ ഒറിജിൻ വരുന്നത്. ബാക്കി ഡാക്ലിസുമാബും ഇൻഫ്ലിക്സിമാബും ഹ്യൂമൻ ആൻഡ് മൗസ് കോമ്പിനേഷൻ ആണ്. അതായത് ഹ്യൂമന്റെ ഒരു കോൺസ്റ്റന്റ് റീജിയനും മൗസിന്റെ ഒരു വേരിയബിൾ റീജിയനും ആയിരിക്കും ഡാക്ലിസുമാബിലും ഇൻഫ്ലിക്സിമാബിലും ഒക്കെ കാണുന്നത്. ദെൻ എഡ്രികൊളോമാബ് ആണെങ്കിലും മ്യൂരിൻ മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. മ്യൂരിൻ എന്ന് പറയുമ്പോൾ മൗസ് മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഈസ് എ സൈഡ് എഫക്ട് ഓഫ്. ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്തിന്റെ സൈഡ് എഫക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സൾഫാസലാസിൻ, റിഫാംപിസിൻ, എഥാംബ്യൂട്ടോള്, പൈറസിനമൈഡ്സ്. ഇവിടെ ഒരു കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒപ്റ്റിക് ന്യൂറൈറ്റിസ് നമുക്ക് സൾഫാസലാസിനിലും പറയുന്നുണ്ട്, അതുപോലെ തന്നെ എഥാംബ്യൂട്ടോളിലും പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും എഥാംബ്യൂട്ടോളിൽ പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സൾഫാസലാസിനിൽ റെയർ ആയിട്ട് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് കാണിക്കാറുണ്ട്. ഓക്കെ, ഡോക്യുമെന്റേഷൻ വരുന്നുണ്ട്, പക്ഷെ റെയർ ആണ്. സോ എഥാംബ്യൂട്ടോൾ ഓപ്ഷനിൽ ഉള്ളത് കൊണ്ട് വി ക്യാൻ സെലക്ട് എഥാംബ്യൂട്ടോൾ. ഇനി റിഫാംപിസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട് എന്താണ് വരുന്നത്? ഓറഞ്ച് കളേർഡ് ബോഡി ഫ്ലൂയിഡ്സിൽ, അതായത് യൂറിൻ ഒക്കെ ഓറഞ്ച് കളറിൽ വരിക. അതാണ് റിഫാംപിസിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. ആൻഡ് പൈറാസിനമൈഡിന്റെ ആണെങ്കിൽ ഹെപ്പാറ്റോടോക്സിസിറ്റി, ഹൈപ്പർയൂറേസിയമി. Next question, which among the following is contraindicated in patients with EGFR less than 15 mg per ml? അതായത് നമ്മുടെ GFR റേറ്റ് കുറവുള്ള പേഷ്യൻസിൽ എന്താണ് കോൺട്രാഇൻഡിക്കേറ്റഡ്? ഇൻസുലിൻ, മെറ്റ്ഫോമിൻ, ലിനാഗ്ലിപ്റ്റിൻ, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, ഏതാണ് GFR കുറഞ്ഞ പേഷ്യൻസിൽ? GFR എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെ? എപ്പോഴാണ് GFR കുറയുന്നത്? കിഡ്നി ഇമ്പയർമെന്റ് അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് വരുമ്പോഴാണ് GFR കുറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് മെറ്റ്ഫോമിൻ ആണ് കേട്ടോ. മെറ്റ്ഫോമിൻ കാരണം എന്ന് പറഞ്ഞാല് മെറ്റ്ഫോമിൻ ഒരു ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജന്റ് ആണ്. ഈ മെറ്റ്ഫോമിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ബൈ ദ കിഡ്നി ആണ്. സോ നമ്മള് കിഡ്നി ഡാമേജ് ഉള്ള കിഡ്നി ഇമ്പയർമെന്റ് ഉള്ള പേഷ്യൻസിൽ മെറ്റ്ഫോമിൻ എടുക്കുന്ന ടൈമിൽ ബോഡിയിൽ ലാക്റ്റിക് ആസിഡോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ലാക്റ്റിക് ആസിഡോസിസ് എന്ന് പറഞ്ഞാല്? അതായത് ലാക്റ്റിക് ആസിഡിന്റെ ലെവല് കൂടുന്നതിനെയാണ് നമ്മൾ ലാക്റ്റിക് ആസിഡോസിസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് മെറ്റ്ഫോമിൻ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയി പോവാതെ ലാക്റ്റിക് ആസിഡോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ വിച്ച് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ദ പേഷ്യൻസ് വിച്ച് ഹാവിംഗ് എ ലെസ് GFR റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീകർസർ ഓഫ് തൈറോക്സിൻ, എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. തൈറോക്സിൻ, എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിന്റെ പ്രീകർസർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് അമിനോ ആസിഡ് ആണ് ഇതിന്റെ പ്രീകർസർ ആയിട്ട് വരുന്നത്? ഫിനൈൽ അലാനിൻ,
വലയിൻ, ത്രിയോണിൻ, ടൈറോസിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഈ ടൈറോസിന്റെ പ്രീകഴ്സർ ആണ് ഫിനൈൽ അലാനിൻ. ഓക്കെ, ഫിനൈൽ അലാനിൽ നിന്നാണ് ടൈറോസിൻ ഫോം ചെയ്യുന്നത്. ടൈറോസിനിൽ നിന്നാണ് തൈറോക്സിനും എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിൻ അതുപോലെ തന്നെ ഡോപ്പമിൻ. ഓക്കെ, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാർഡ്നെസ് റേഞ്ച് ഓഫ് ദ ടാബ്ലറ്റ്സ് ഈസ് യൂഷ്വലി. നമ്മുടെ ഹാർഡ്നെസ്, ടാബ്ലറ്റ്സിന്റെ ഹാർഡ്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 to 2 കിലോഗ്രാം, 0.5 to 1, 3 to 7, none of the above. കറക്റ്റ് ആൻസർ വരുന്നത് 3 to 7 ആണ് കേട്ടോ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടാബ്ലറ്റിന്റെ അപ്പിയറൻസ് കിട്ടണമെങ്കിൽ നമുക്ക് 3 to 7 ആണ് വരുന്നത്. 3ക്ക് താഴോട്ട് പോയാൽ ടാബ്ലറ്റ് കുറെ കൂടി സോഫ്റ്റ് ആയി പോകും. 7ന് മേളിലേക്ക് പോയാൽ ടാബ്ലറ്റ് കുറെ കൂടി ഹാർഡ് ആയി പോകും. ഓക്കെ, 3 to 7 ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ VSSC ഫാർമസിസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ 1 to 40 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ 40 to 80 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.